വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. സൗരയൂഥവും സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്കില് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുള്ളൻ ഗ്രഹങ്ങളെ കുറിച്ചാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ? അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായി ഒരു ഗ്രഹത്തിന് ഗ്രഹപദവി നഷ്ടപ്പെട്ട് കുള്ളൻ ഗ്രഹപദവി ലഭിച്ചു, അല്ലെങ്കിൽ പ്ലൂട്ടോയ്ക്ക് കുള്ളൻ ഗ്രഹപദവി ലഭിച്ചത് എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ധാരാളം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പൊ അത്തരം ചില ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ? എന്താ കുള്ളൻ ഗ്രഹങ്ങള്? അതായത് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രഹങ്ങൾ തന്നെയാണ്. അവ എന്ത് എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ സൂര്യനെ ചുറ്റുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളാണ്. സൂര്യനെ ചുറ്റുന്നതും പിന്നെന്താ അതിന്റെ പ്രത്യേകത? താരതമ്യേന വലിപ്പം കുറഞ്ഞതും താരതമ്യേന വലിപ്പം വളരെ കുറഞ്ഞതും. സൂര്യനെ ചുറ്റുന്നതും താരതമ്യേന വലിപ്പം കുറഞ്ഞതുമായിട്ടുള്ള കുറഞ്ഞതുമായ ഗ്രഹങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. സൂര്യനെ ചുറ്റുന്നതും താരതമ്യേന വലിപ്പം കുറഞ്ഞതുമായ ഗ്രഹങ്ങളെ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താ കുള്ളൻ ഗ്രഹങ്ങൾ? സൂര്യനെ ചുറ്റുന്നതും താരതമ്യേന വലിപ്പം കുറഞ്ഞതുമായിട്ടുള്ള ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഏതൊക്കെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ? കുള്ളൻ ഗ്രഹങ്ങൾ 5 ഉണ്ട്. ഏതൊക്കെയാണ് 5 കുള്ളൻ ഗ്രഹങ്ങള്? ഒന്ന് ഇറിസ്. ഏതാണ്? ഇറിസ്. അടുത്തത് സിറസ്. അടുത്തത് ഏതാണ്? സിറസ്. അടുത്തത് ഹൗമിയ. അടുത്തത് ഹൗമിയ ട്ടോ. നെക്സ്റ്റ് വൺ മാക്ക്. എന്താണ്? മാക്ക്. ലാസ്റ്റ് വൺ പ്ലൂട്ടോ. അടുത്തത് പ്ലൂട്ടോ. ഇവയെ ഒക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഇറിസ്, സിറസ്, ഹൗമിയ, മാക്ക്, പ്ലൂട്ടോ തുടങ്ങിയവ കുള്ളൻ ഗ്രഹങ്ങളാണ്. ഈ കുള്ളൻ ഗ്രഹങ്ങളിൽ വലിയ കുള്ളൻ ഗ്രഹം എന്ന് വിളിക്കുന്നത് ഇറിസിനെയും ചെറിയ കുള്ളൻ ഗ്രഹം എന്ന് വിളിക്കുന്നത് സിറസിനെയുമാണ്. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഇറിസും ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം എന്ന് വിളിക്കുന്നത് ഏതിനെയുമാണ്? സിറസിനെയുമാണ്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പോ ഇനി അടുത്തത് നമ്മുടെ സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക കുള്ളൻ ഗ്രഹം. സൗരയൂഥത്തിൽ കാണപ്പെടുന്ന ഏക കുള്ളൻ ഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതന്നെയാണ്? സിറസ് ആണ്. അപ്പൊ സൂര്യനെ ചുറ്റുന്നതും താരതമ്യേന വലിപ്പം കുറഞ്ഞതുമായിട്ടുള്ള ഗ്രഹങ്ങളെ നമുക്ക് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കാം. സൂര്യനെ ചുറ്റുന്നതും താരതമ്യേന വലിപ്പം കുറഞ്ഞതുമായ ഒരു കൂട്ടം ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. പ്രധാനപ്പെട്ട കുള്ളൻ ഗ്രഹങ്ങളാണ് ഇറിസ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്? പ്രധാനപ്പെട്ട കുള്ളൻ ഗ്രഹങ്ങളാണ് ഇറിസ്, സിറസ്, ഹൗമിയ, മാക്ക്, പ്ലൂട്ടോ. ഏതൊക്കെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ? ഇറിസ് അല്ലെ, അതുപോലെ തന്നെ സിറസ്, അടുത്തത് എന്താ? ഹൗമിയ, അടുത്തത് മാക്ക്, പ്ലൂട്ടോ. വലിയ കുള്ളൻ ഗ്രഹം ഇറിസ് ആണ്. ചെറിയ കുള്ളൻ ഗ്രഹം സിറസ് ആണ്. സൗരയൂഥത്തിലെ ഏക കുള്ളൻ ഗ്രഹം, സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക കുള്ളൻ ഗ്രഹം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? സിറസിനെ. ചെറിയ കുള്ളൻ ഗ്രഹമായ സിറസിനെയാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലൂട്ടോയെ കുറിച്ചാണ്. ഇപ്പൊ പ്ലൂട്ടോ ഗ്രഹപദവി ഉണ്ടായിരുന്നതായിരുന്നു അല്ലെ. പിന്നീട് അതിന് എന്താ? പ്ലൂട്ടോ ഗ്രഹപദവി കിട്ടിയ ഒരു നക്ഷത്രമായിരുന്നു പ്ലൂട്ടോ. പിന്നെ അത് ഗ്രഹപദവി ഇല്ലാതായി. അപ്പൊ പ്ലൂട്ടോയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഗ്രീക്ക് പാതാള ദേവനാണ് പ്ലൂട്ടോ. ഗ്രീക്കുകാരുടെ പാതാള ദേവന്റെ പേരാണ് പ്ലൂട്ടോ. ഗ്രീക്ക് പാതാള ദേവനാണ് പ്ലൂട്ടോ. 1930 ക്ലൈഡ് ട്രോംബെ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്ലൂട്ടോ കണ്ടെത്തിയത്. 1930 ക്ലൈഡ് ട്രോംബെ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്ലൂട്ടോ കണ്ടെത്തിയത്. അപ്പോ ഗ്രീക്ക് പാതാള ദേവന്റെ പേരാണ് പ്ലൂട്ടോ. 1930 ക്ലൈഡ് ട്രോംബെ എന്ത് കണ്ടെത്തി? പ്ലൂട്ടോ കണ്ടെത്തി. 2006 വരെ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി ഉണ്ടായിരുന്നു. 2006 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ എവിടെ? ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റലായ പ്രാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ചേർന്ന ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ആ സമ്മേളനത്തിൽ പ്ലൂട്ടോയെ എന്താക്കി മാറ്റുകയാണ്? കുള്ളൻ ഗ്രഹമാക്കി മാറ്റുകയാണ്. 2006 വരെ
ഗ്രഹപദവിയിൽ ഉണ്ടായിരുന്ന പ്ലൂട്ടോ 2006 ഓഗസ്റ്റ് 24 ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിൽ ചേർന്ന ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അവരുടെ മീറ്റിംഗില് IAU അവരുടെ മീറ്റിംഗില് പ്ലൂട്ടോയെ എന്താക്കി മാറ്റി? കുള്ളൻ ഗ്രഹമാക്കി. അതിൽ പിന്നെ പ്ലൂട്ടോ എക്സ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? എക്സ് പ്ലാനറ്റ് എന്നും അറിയപ്പെടുന്നു. പ്ലൂട്ടോയെ കുറിച്ച് പഠനം നടത്തിയ നാസയുടെ പേടകത്തിന്റെ പേരാണ് ന്യൂ ഹൊറൈസൺ. എന്താണ്? ന്യൂ ഹൊറൈസൺ. പ്ലൂട്ടോയെ കുറിച്ച് പഠനം നടത്തിയ നാസയുടെ പേടകത്തിന്റെ പേര് ന്യൂ ഹൊറൈസൺ എന്നാണ്. പ്ലൂട്ടോയ്ക്കും ഉപഗ്രഹങ്ങൾ ഉണ്ട്. പ്ലൂട്ടോയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഷാരോൺ ആണ്. പ്ലൂട്ടോയുടെ ഒരു ഉപഗ്രഹം ഏതാണ്? ഷാരോൺ. അടുത്തത് ഹൈഡ്ര. പ്ലൂട്ടോയുടെ ഉപഗ്രഹങ്ങളാണ് ഷാരോൺ, ഹൈഡ്ര. അതുപോലെ തന്നെ നിക്സ്. ഏതാണ്? നിക്സ് ട്ടോ. അതുപോലെ സ്റ്റെക്സ്. ഇതൊക്കെ എന്തിന്റെ ഉപഗ്രഹങ്ങളാണ്? പ്ലൂട്ടോയുടെ ഉപഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ പ്ലൂട്ടോ ഗ്രീക്ക് പാതാള ദേവന്റെ പേരാണ് പ്ലൂട്ടോ കണ്ടെത്തിയത് ക്ലൈഡ് ട്രോംബയാണ്. 1930 2006 വരെ ഓഗസ്റ്റ് വരെ പ്ലൂട്ടോ ഗ്രഹപദവിയിലുള്ള ഒരു ഗ്രഹമായിരുന്നു. 2006 ഓഗസ്റ്റ് 24 ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റലായ പ്രാഗിൽ ചേർന്ന ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ മീറ്റിംഗിൽ വെച്ച് പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തി. അതുകൊണ്ട് തന്നെ പിന്നീട് പ്ലൂട്ടോ എക്സ് പ്ലാനറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. നാസ പ്ലൂട്ടോയെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ന്യൂ ഹൊറൈസൺ. പ്ലൂട്ടോയുടെ ഉപഗ്രഹങ്ങളാണ് ഷാരോൺ, ഹൈഡ്ര, നിക്സ്, സ്റ്റെക്സ് എന്നിവ. പ്ലൂട്ടോയുടെ ഉപഗ്രഹങ്ങളാണ് ഷാരോൺ, ഹൈഡ്ര, നിക്സ്, സ്റ്റെക്സ് തുടങ്ങിയവ. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത്, അപ്പൊ കുള്ളൻ ഗ്രഹങ്ങളെ കുറിച്ചും കുള്ളൻ ഗ്രഹ പദവി അടുത്ത 2006 ലഭിച്ച പ്ലൂട്ടോയെ കുറിച്ചും നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പലായന പ്രവേഗം എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഒരു ഗോളമുണ്ടല്ലോ, ഒരു ഗോളത്തിന്റെ ഏത് ഗോളായിക്കോട്ടെ, ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് ഓരോ ഗോളങ്ങൾക്കും എന്തുണ്ട്? ഗുരുത്വാകർഷണം ഉണ്ട് അല്ലേ? ആ ഗോളങ്ങളുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുന്നോട്ടു പോകുന്നതിന് ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം, വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രവേഗത്തെയാണ്, ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെയാണ് പലായന പ്രവേഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഗോളത്തിന് എല്ലാ ഗോളങ്ങൾക്കും ഗുരുത്വാകർഷണ ബലം ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഗുരുത്വാകർഷണ ബലമുള്ള ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുന്നോട്ടു പോകാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെ ആ വസ്തുവിന്റെ പലായന പ്രവേഗം എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് ഓരോന്നിന്റെയും പലായന പ്രവേഗങ്ങൾ ചോദിക്കാറുണ്ട്. ചന്ദ്രന്റെ പലായന പ്രവേഗം 2.38 അല്ലെങ്കിൽ 2.4 km/s ആണ്. സൂര്യന്റെ പലായന പ്രവേഗം 617.5 km/s ആണ്. വ്യാഴത്തിന്റെ പലായന പ്രവേഗം 59.5 km/s ആണ്. അപ്പൊ ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s, ചന്ദ്രന്റെ പലായന പ്രവേഗം 2.38 അല്ലെങ്കിൽ 2.4 km/s, സൂര്യന്റെ പലായന പ്രവേഗം 617.5 km/s, വ്യാഴത്തിന്റെ പലായന പ്രവേഗം 59.5 km/s. ഇനി അടുത്തത് സൗരയൂഥത്തിന് പുറത്തു കിടക്കാൻ ആവശ്യമായ
പലായന പ്രവേഗം എന്നാ ചോദിക്കുന്നതെങ്കിൽ 13.6 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൗരയൂഥത്തിന് പുറത്തു കിടക്കാൻ ആവശ്യമായ പലായന പ്രവേഗം 13.6 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുന്നോട്ടു പോകാൻ ഈ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെ അതിന്റെ പലായന പ്രവേഗം എന്ന് വിശേഷിപ്പിക്കാം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ചന്ദ്രന്റെ പലായന പ്രവേഗം 2.38 അല്ലെങ്കിൽ 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൂര്യന്റെ പലായന പ്രവേഗം 617.5 കിലോമീറ്റർ പെർ സെക്കൻഡ്. വ്യാഴത്തിന്റെ പലായന പ്രവേഗം 59.5 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൗരയൂഥത്തിന് പുറത്തു കിടക്കാനുണ്ടായിരിക്കേണ്ട ആവശ്യമായ പലായന പ്രവേഗം 13.6 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമി 11.2, ചന്ദ്രൻ 2.38 അല്ലെങ്കിൽ 2.4, അത് റൗണ്ട് ചെയ്ത് നമ്മൾ പറയാം. സൂര്യന്റെ 617.5, വ്യാഴത്തിന്റെ 59.5, സൗരയൂഥത്തിന് പുറത്തു കിടക്കാൻ 13.6 കിലോമീറ്റർ പെർ സെക്കൻഡ്. പിന്നെന്താ പഠിച്ചേ? കുള്ളൻ ഗ്രഹങ്ങളെ കുറിച്ചും അല്ലെ, കുള്ളൻ ഗ്രഹങ്ങളിൽ പ്രധാനിയായ പ്ലൂട്ടോയെ കുറിച്ചും പലായന പ്രവേഗത്തെ കുറിച്ചുമാണ് പഠിച്ചത്. ഇനി അടുത്ത നമുക്ക് കുറച്ച് ചന്ദ്രനെ കുറിച്ചും അതുപോലെ തന്നെ ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചും 2 ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി സൗരയൂഥവും അതിന്റെ സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ തീരും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.